ഇങ്ങോട്ട് വരട്ടെ അവൻ. എടാ, നീ ആ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയത് മുതൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി. MBA വരെ പഠിച്ച നീ MBA എന്നാണ് വാക്കാമ്മ ഉച്ചരിക്കരുത്. പക്ഷെ ഈ നാട്ടുകാരെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കൂ? അമ്മ ഇത്രയും വിഷമിക്കാൻ ഞാൻ തട്ടിപ്പ് കേസിലോ കൊലപാതക കേസിലോ പെൺപീഡന കേസിലോ മയക്കുമരുന്ന് കേസിലോ പ്രതിയൊന്നും അല്ലല്ലോ. ഞാനിപ്പോൾ എന്താ ചെയ്ത് അന്തസ്സായി ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായി ജോലിക്ക് പോകുന്നു. ദിവസവും 500 രൂപ കിട്ടുന്നുമുണ്ട്. ഇതെന്താ ഇത്ര വലിയ തെറ്റാ? നിനക്കത് പറയാം. കഴിഞ്ഞ ദിവസം നീ ഇട്ടിരുന്ന ഷർട്ടിലേ അവിടുത്തെ ഓയിലായിരുന്നു. എന്തിന്? അവിടുത്തെ വണ്ടിയുടെ പുക കൊണ്ട് നീ കത്തി കരിവാളിച്ച് ആകെ നാശമായി. എന്റെ അമ്മ, അതൊക്കെ സ്വാഭാവികമാണ്. ദേ, എന്തായാലും നാളെ മുതൽ നീ ആ ജോലിക്ക് പോകുന്നില്ല. നിനക്ക് ദിവസം 500 രൂപയല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. പോരെ? പോരാ, ഞാൻ പോകും പോകും പോകും. ഓ, ഓരോ ഉപദേശം. ഈ സാധനത്തിന് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? ദേ, കഴിഞ്ഞ ഓണം വരെ എനിക്ക് കിട്ടിയില്ല. വെറും 5 ടിക്കറ്റ് എടുക്കാൻ വന്ന ഞാൻ നിങ്ങളുടെ ഡയലോഗിൽ വിശ്വസിച്ച് 10 ടിക്കറ്റ് എടുത്തു. മൊത്തം പൈസയും പോയി. നാളെ ഇതുവരെ ഞാൻ ലോട്ടറിക്ക് ചെലവാക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ ഒരു വീട് വെച്ചേനെ. നിങ്ങൾ ഏതുവരെ പഠിച്ചു? പഴയ ഡിഗ്രിയാ. നല്ല ജോലി ഉണ്ടായിരുന്നു? ആ, ഞാൻ പല സ്ഥലത്തും ജോലിക്ക് പോയി. എന്നിട്ട് ഒരു ഫൈനാൻസ് കമ്പനി പോയി. അത് കൂട്ടിയതോടെ ബാങ്കിലിട്ട FDയുടെ പലിശ എടുത്താ ഞങ്ങളിപ്പോ ജീവിച്ചു പോകുന്നത്. ആ ശരി, പുതിയ 5 കോടിയുടെ 5 ലോട്ടറി ഇങ്ങതാ. അല്ല ടിന്റുമോനെ, ഈയിടെയായിട്ട് എന്നോട് ഒരു കമ്പനിയും ഇല്ലല്ലോ. നിന്റെ അച്ഛൻ എന്നെ നശിപ്പിക്കാൻ നടക്കല്ലേ? അന്നേ ഞാൻ നിന്നോട് പറഞ്ഞ വിവാഹം നടക്കൂലെന്ന്. പക്ഷെ അച്ഛന്റെ മനസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഉടനെ വിവാഹം നടത്തിത്തരും എന്നൊക്കെ നീ എന്നോട് പറഞ്ഞേ. ഞാൻ പറ്റിച്ചതൊന്നല്ല. യഥാർത്ഥത്തിൽ ഞാൻ ടിന്റുമോനെ വിവാഹം കഴിക്കാൻ റെഡിയായിരുന്നു. ഇനി ഏപ്രിൽ 8 എത്തി എന്ത് ചെയ്യും? ഒന്നുകിൽ നീ ജീവിതകാലം മുഴുവൻ കല്യാണം കഴിക്കാതിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ. ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിന്റെ അച്ഛനെ എല്ലാ പ്രശ്നങ്ങളും തുറക്കട്ടെ. ഇനി വരുന്നിടത്ത് ചെയ്യണം. താനെന്താടാ വിഷമിച്ചിരിക്കുന്നത്? വല്ലാത്തൊരു കഷ്ടായി പോയി. ടിന്റുമോൻ വല്ലാത്തൊരു ചതിയായി പോയി ചെയ്തത്. 5 പൈസ പോലും വാങ്ങിക്കാതല്ലേ ടിന്റുമോൻ ആ കേസ് പിൻവലിച്ചത്. കോടതിയിൽ പ്രശ്നം ഒത്തുതീർന്നെങ്കിലും ഡുണ്ടുമോൾക്ക് ഫ്ലാറ്റും കാറും കൊടുക്കാതിരുന്നാലോ? അയ്യോ, അത് നടക്കൂല. എന്തേ? 1 മാസത്തിന് മുൻപാണ് സംഭവിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഇനി അത് നടക്കൂല. അതെന്താ? റിയാലിറ്റി ഷോയിലെ പകുതി പൈസയും ചാനലിൽ പെൻഡിങ് ആണ് നമുക്ക്. ആണോ? പൈസ കൊടുത്തില്ല എന്ന് പറഞ്ഞവൾ പരാതിപ്പെട്ടാൽ നമ്മൾ കൊടുക്കും. ഒരു കൊല്ലത്തേക്ക് ആ 5 കോടിയുടെ പലിശ നമുക്ക് കിട്ടിയത് ലാഭോ? അത് നടക്കൂല. അതെന്താ? ആ പണം പലിശ സഹിതം കൊടുക്കാൻ ആ കോടതിയുടെ വിധി അതറിയോ? നമുക്ക് ഇത്രയധികം നഷ്ടമുണ്ടാക്കിയ ടിന്റുമോനെ വെടിവെച്ച് കൊല്ലും. നോക്കിക്കും, അവനറിയില്ല ഞാൻ ആരാണ്. നോക്ക് മഞ്ജുളെ, എനിക്ക് ആകെ പേടിയാവുന്നു. ഒരു വശത്ത് ഏപ്രിൽ 8 ഒരു കോടീശ്വര വിവാഹം കഴിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു പറയുന്ന അമ്മ, മറുവശത്ത് 100 കോടി ഉണ്ടാക്കാനുള്ള അവസാന ദിവസം നാളെയാണ്. അതുണ്ടാക്കിയില്ലേ ദേവിയെ നഷ്ടപ്പെടും. ഞാനിപ്പോൾ എന്ത് ചെയ്യും? നോക്ക് ടിന്റുമോനെ, എനിക്കൊരു ഉഗ്രൻ ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? ഞാൻ 5 പൈസ പോലും വാങ്ങാതെ ഹോട്ടലിന്റെ 51% ഷെയറും ടിന്റുമോനെ എഴുതിത്തരാം. 100 കോടി ഉണ്ടാക്കണം എന്നല്ലല്ലോ, മറിച്ച് 51% ഷെയറും സ്വന്തമാക്കണം എന്നല്ലേ എഗ്രിമെന്റ്. എന്നിട്ടെന്താ, ദേവിയുടെ അച്ഛനെ അത് കാണിച്ച് ദേവിയെ കല്യാണം കഴിക്കണം. കല്യാണ പിറ്റേന്ന് ഷെയർ എനിക്ക് തിരിച്ചെഴുതി തരണേ. അതൊരു ഐഡിയ അല്ലേ? അതൊന്നും വേണ്ട, അതൊക്കെ ഒരുമാതിരി തട്ടിപ്പല്ലേ. ഇവിടെ ആരെയും പറ്റിക്കുന്നൊന്നുമില്ല. അതൊന്നല്ല പ്രശ്നം. നമ്മൾ തമ്മിലുള്ള കരാർ അറിഞ്ഞ ആ ദേവി പ്രശ്നം ഉണ്ടാക്കും. അവളൊരു പണപ്രാന്തിയാ. നോ 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 നോ, ദേവി അങ്ങനൊന്നുമല്ല. അവളൊരു വിശാല ചിന്താഗതിക്കാരിയാണ്. പിന്നെ അവള് കോപ്പാ. എന്റെ ടിന്റുമോനെ, ദേവി എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. അവള് പാവങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് കാണിക്കുക. അവള് ചുമ്മാ അഭിനയിക്കാണ്. പണ്ട് കോളേജിൽ പഠിക്കുമ്പോ ഏതോ കുട്ടിക്ക് 100 രൂപ കൊടുത്തത് നാട് മുഴുക്കെ വിളിച്ചു പറഞ്ഞു നടന്നു. മറിച്ച് എത്രയോ കുട്ടികൾക്ക് ഞാൻ ഫീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും പറഞ്ഞു നടന്നിട്ടില്ല. 100 കോടി ഉണ്ടാക്കിയില്ലെങ്കിൽ അവൾ ടിന്റുമോനെ സ്വീകരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. നോ, ദേവി ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്, എനിക്കറിയാം. ഈശ്വര, സമ്മതിച്ചു. എന്റെ 51% ഷെയറും ഞാൻ എഴുതിത്തരാം. ബാക്കിയുള്ളത് നേരെ കാണാം. ടിന്റുമോനെ, പണി പാളാതെ നോക്കണേ. ഓക്കെ. ഞാൻ 51% ഷെയർ ഒപ്പിച്ചു. നമ്മുടെ വിവാഹം ഉറപ്പായി. എന്റെ കൃഷ്ണ, ഇത് എങ്ങനെ ഒപ്പിച്ചു? നോക്ക്, കാര്യം മഞ്ജുവിന്റെ ഔദാര്യമാണ്.
അവള് ഷെയർ ഫ്രീ ആയിട്ട് എഴുതി തന്നു. അവൾ ഇത്രയും വലിയ വിഡ്ഢിയാണോ? നോനോ, തൽക്കാലം നമ്മുടെ വിവാഹം നടത്താൻ വേണ്ടി അവൾ എഴുതി തന്നേ ഉള്ളൂ. കല്യാണം പിറ്റേന്ന് തന്നെ നമുക്ക് തിരിച്ചെഴുതി കൊടുക്കണം. അതെന്തിനാ? കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റൂല.